കോൺഗ്രസിന്റെ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് 50 വയസ്സ് തികഞ്ഞു. 50 വയസ്സ് തികഞ്ഞതുകൊണ്ട് മാത്രം പോരാ രാഹുൽ ഗാന്ധി. വിവേകമുണ്ടാകണം, വിവരമുണ്ടാകണം. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസം വേറെ, വിവരവും വിവേകവും വേറെ. 50 വയസ്സ് തികഞ്ഞിട്ടും കാര്യമില്ല. വിവേകമുണ്ടാകണം, വിവരമുണ്ടാകണം, അതിന് അറിവുണ്ടാകണം, വിനയമുണ്ടാകണം, കാര്യങ്ങൾ പഠിക്കണം. രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നുമില്ല എങ്കിൽ അടിയന്തരമായി ഇത്തരം കാര്യങ്ങളിലൂടെ രാഹുൽ ഗാന്ധി പോകേണ്ടതുണ്ട്. കാരണം രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം നയിക്കാൻ ത്രാണിയും കെൽപ്പുമുണ്ട് എന്ന് രാജ്യം വിലയിരുത്തുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ഒരു വ്യക്തി മൂഢനായി സ്വയം അവതരിക്കരുത്, മൗഢ്യം വിളിച്ചു പുലമ്പരുത് രാഹുൽ ഗാന്ധി. രാജ്യം ആ തരത്തിൽ പറയുകയാണ്. ഇന്ത്യ ചൈന ബോർഡർ ടെൻഷൻ, അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യമുണ്ട്. ഇന്ത്യൻ പട്ടാളക്കാർ എന്തുകൊണ്ട് ചൈനീസ് പട്ടാളക്കാരുമായി സന്ധി സംഭാഷണത്തിന് പോകുമ്പോൾ തോക്കുകൾ കൈവശമുണ്ടായില്ല, ആയുധങ്ങൾ കൈവശമുണ്ടായില്ല? ആരാണ് ഇവർക്ക് ആയുധം ഇവരുടെ കയ്യിൽ കരുതേണ്ട എന്ന് പറഞ്ഞത്? ആരാണ് ആയുധം കൊടുത്തുവിടാത്തത്? ആയുധം കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞതാരാണ്? രാഹുൽ ഗാന്ധിയുടെ ചോദ്യമാണ് രാജ്യത്തോട്. പബ്ലിക്കായി രാഹുൽ ഗാന്ധി ഈ പിറന്നാൾ ആഘോഷിക്കുന്നു. 50 വയസ്സ്, അരനൂറ്റാണ്ട് പിറന്നാൾ ആഘോഷിക്കുന്ന, 50 വയസ്സ് പിറന്നാൾ ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് കോൺഗ്രസുകാരും അതോടൊപ്പം BJP ഇതര മുഴുവൻ കക്ഷികളും വിലയിരുത്തുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് ഒരു മണ്ടത്തരം രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വരുമ്പോൾ അതൊരു തിരുമണ്ടത്തരമാകട്ടെ. അങ്ങനെ ഒരു തിരുമണ്ടത്തരം വരുന്നത് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ചരിത്രം അടയാളപ്പെടുത്തുന്നു, ചരിത്രം ചർച്ചയാക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രം അറിയാവുന്ന ചരിത്ര വിദ്യാർത്ഥികൾ വരെ ഈ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയോട്. എന്നിട്ട് അവർ പറയുന്നു, രാഹുൽ ഗാന്ധി ചരിത്രം അറിയില്ല എങ്കിൽ ചരിത്രം വായിച്ചു പഠിക്കണം. ആ ചരിത്രം വായിച്ചു പഠിക്കുമ്പോൾ ആ ചരിത്രം പറയുന്നു 1993 അതോടൊപ്പം തന്നെയുള്ള ചില വർഷങ്ങളിൽ താങ്കളുടെ പാർട്ടി, അതായത് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള ചില എഗ്രിമെന്റുകൾ, ചൈനയുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റുകൾ, ആ എഗ്രിമെന്റുകളാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. അതായത് താങ്കളുടെ മുത്തച്ഛൻ ഇന്ത്യ ഭരിച്ചു, നെഹ്റു. താങ്കളുടെ മുത്തശ്ശി ഇന്ത്യ ഭരിച്ചു, അത് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു, ഇന്ദിരാഗാന്ധി. അതോടൊപ്പം താങ്കളുടെ അച്ഛൻ ഇന്ത്യ ഭരിച്ചു, രാജീവ് ഗാന്ധി. താങ്കളുടെ അമ്മ ഇന്ത്യ ഭരിക്കാതെ ഭരിച്ചു. ഒരു ഡമ്മി ആയിട്ടുള്ള മൻമോഹൻ സിംഗിനെ അവിടെ ഇരുത്തിക്കൊണ്ട് ഭരിച്ചത് മുഴുവൻ താങ്കളുടെ അമ്മ തന്നെ എന്നുള്ളതാണ് വിമർശകരൊക്കെ പറയുന്നത്. അപ്പോൾ താങ്കളുടെ തന്നെ മുത്തച്ഛനും താങ്കളുടെ തന്നെ അമ്മൂമ്മയും താങ്കളുടെ തന്നെ അച്ഛനും താങ്കളുടെ തന്നെ അമ്മയും ഭരിച്ച ഇന്ത്യ, പതിറ്റാണ്ടുകൾ ഭരിച്ച ഇന്ത്യ, ആ ഇന്ത്യയിൽ ആ ഭരണാധികാരികൾ ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് 3 വർഷങ്ങളിലായിട്ടാണ്. 1993, 1996, 2005. ഈ 3 വർഷങ്ങളിൽ താങ്കളുടെ തന്നെ മുൻഗാമികൾ, താങ്കളുടെ കുടുംബത്തിലെ മുൻഗാമികൾ ഭരിച്ച ഇന്ത്യ ചൈനയുമായി വച്ച 3 വർഷം, 2003ലെയും 1993ലെയും 1996ലെയും 2005ലെയും എഗ്രിമെന്റുകൾ പ്രകാരമാണ് ഇന്ത്യൻ ഭടന്മാർ ആയുധം കയ്യിൽ കരുതാത്തത്, ഇന്ത്യൻ ഭടന്മാർ തോക്ക് കയ്യിൽ കരുതാത്തത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ആയുധം കയ്യിൽ കരുതാത്തത് ഈ എഗ്രിമെന്റ് പ്രകാരമാണ്. അതുകൊണ്ടാണ് ഈ താങ്കളുടെ ചോദ്യം, ആരാണ് ഇന്ത്യൻ ഭടന്മാർക്ക് ആയുധം കയ്യിൽ കരുതിയത്, വിലക്കിയത്? എന്തുകൊണ്ട് ഇന്ത്യൻ ഭടന്മാർ ആയുധം കയ്യിൽ സൂക്ഷിച്ചില്ല? അത് ഗുരുതരമായ കുറ്റം ആണ്. ആ കുറ്റം രാഷ്ട്രീയ കുറ്റമാണ്, മോദി സർക്കാരിൻ്റെ കുറ്റമാണ്, പ്രതിരോധ മന്ത്രിയുടെ കുറ്റമാണെന്നൊക്കെ ധ്വനിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ആ എഗ്രിമെന്റ് 1993ലെ എഗ്രിമെന്റ് താങ്കൾ വായിക്കുക, 1996ലെ എഗ്രിമെന്റ് താങ്കൾ വായിക്കുക, 2005ലെ എഗ്രിമെന്റ് വായിക്കുക. ആദ്യ എഗ്രിമെന്റ് സെപ്റ്റംബർ 1993ലാണ് ഇന്ത്യയും ചൈനയും അവിടെ ഒപ്പുവെക്കുന്നത്. അതിൽ അവർ പറയുന്ന രീതി അനുസരിച്ച് ആ എഗ്രിമെന്റ് പ്രകാരം respect for sovereignty and territorial integrity, mutual non-aggression, non-interference and each other internal affairs, equality and mutual benefit and peaceful
കോ എക്സിസ്റ്റൻസ് എന്നുള്ള കാര്യങ്ങളാണ് 1993 എഗ്രിമെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ എഗ്രിമെന്റ് ഉണ്ടായത് 1996 നവംബർ മാസത്തിലാണ്. ആ എഗ്രിമെന്റ് പറയുന്ന രീതി അനുസരിച്ച് നോക്കൂ, ഈ നവംബർ മാസത്തിലെ 1996 നവംബർ മാസത്തിലെ എഗ്രിമെന്റ് പ്രകാരം ആ എഗ്രിമെന്റ് പറയുന്നു, ദിസ് എഗ്രിമെന്റ് bars soldiers from both the sides from using firearms on each other. Article 1 of the agreement says that neither side shall use its military capability against the other side. No armed forces deployed by either side in the border areas along the line of actual control. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് 1996 നവംബർ മാസത്തിൽ സൈൻ ചെയ്ത എഗ്രിമെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദിസ് എഗ്രിമെന്റ് ബാർസ് എന്ന് പറഞ്ഞാൽ തടയുന്നു. എന്താണ്? സോൾജിയേഴ്സ്, ബാർസ് ദി സോൾജിയേഴ്സിനെ തടയുന്നു. ഫ്രം ബോത്ത് ദി സൈഡ്സ്, രണ്ട് ഭാഗത്തും ഇന്ത്യയും ചൈനയും, ഫ്രം യൂസിങ് ഫയർആംസ് ഓൺ ഈച്ച് അതർ, ആയുധമായാലും വെടിക്കോപ്പായാലും മറ്റെന്ത് സ്ഫോടകമായ വസ്തുക്കളായാലും പരസ്പരം ഉപയോഗിക്കുന്നതിനെ ഈ എഗ്രിമെന്റ് 1996 എഗ്രിമെന്റ് തടയുകയാണ്, ലൈൻ ഓഫ് കൺട്രോളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യമായിരിക്കെ. മറ്റൊന്ന്, മൻമോഹൻ സിംഗ് സർക്കാർ, താങ്കളുടെ അമ്മ നിയന്ത്രിച്ച സർക്കാർ 2005 UPA ഫസ്റ്റ് ഗവൺമെന്റ്, അവർ പറഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയാണ് 93ലെയും 96ലെയും എഗ്രിമെന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു മൻമോഹൻ സിംഗ് സർക്കാർ. അപ്പോൾ 1993ലും 1996ലും 2005ലും മൻമോഹൻ സിംഗ് സർക്കാരുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ എഗ്രിമെന്റ് പ്രകാരമാണ് പാവം ധീരദേശാഭിമാനികളായിട്ടുള്ള ധീര ഇന്ത്യൻ സൈനികർ, അവർ മാന്യന്മാരും മര്യാദക്കാരും നീതിമാന്മാരും ധർമ്മിഷ്ഠന്മാരും ആയതുകൊണ്ട് ചതിയന്മാരായ ചൈനയെ ആ ചതിയെ അവർ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. അവർ എഗ്രിമെന്റ് പ്രകാരം ആയുധങ്ങൾ ഉപയോഗിക്കാതെ, പടക്കോപ്പ് ഉപയോഗിക്കാതെ, ഒരു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാതെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാക്കിയ ആ ധാരണയെ, എഗ്രിമെന്റിനെ, ഉറപ്പിനെ ബഹുമാനിച്ചുകൊണ്ട് അവർ സന്ധി സംഭാഷണത്തിന് പോവുകയാണ്. അവരെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തുമ്പോൾ, പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തുമ്പോൾ, ആ അടിച്ചു വീഴ്ത്തിയ ചൈനീസ് കാപാലികതയും അധാർമികതയെയും ചോദ്യം ചെയ്യുന്നതിന് പകരം ഇന്ത്യൻ പട്ടാളക്കാരുടെ മനോവീര്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് അറിവില്ലായ്മ അലങ്കാരമാക്കുന്ന 50 വയസ്സുകാരൻ രാഹുൽ ഗാന്ധിയോട് രാജ്യത്തിലെ ദേശാഭിമാനികൾ പുച്ഛത്തോടെ ചോദിക്കുകയാണ്. പഴഞ്ചൊല്ലുണ്ട്, നായ്ക്ക് എത്ര വയസ്സായിട്ട് എന്തു കാര്യം, എത്ര കുഴലിട്ടാലും ആ നായുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കും. ഈ പഴഞ്ചൊല്ലുകളൊക്കെ രാജ്യത്ത് ചർച്ച ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി 50 വയസ്സ് തികയുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു മണ്ടൻ ചോദ്യം ഉയർത്തുമ്പോൾ അതിൻ്റെ വസ്തുതകളൊക്കെ നിരത്തിയിട്ട് ജനം ചോദിക്കുന്നു, നായ്ക്കൾക്ക് പ്രായമാകുന്നത് പോലെ ആകുകയല്ല മനുഷ്യനുണ്ടാകേണ്ടത്, അവൻ കാര്യങ്ങൾ പഠിക്കണം. എപ്പോഴും ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ എന്തിനാണ് പുലമ്പുന്നത്? നായുടെ വാല് എത്ര കുഴലിട്ടാലും വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ ആവർത്തിക്കുന്നത്? രാഷ്ട്രീയമാണ് എങ്കിൽ, മോദി വിരോധമാണെങ്കിൽ, അമിത്ഷാ വിരോധമാണെങ്കിൽ, BJP വിരോധമാണെങ്കിൽ അത് തുറന്നു പറയൂ. അതിനപ്പുറത്തേക്ക് വസ്തുതകളെ ഇല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കരുത് ചോദ്യരൂപേണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയുടെ 50ാം പിറന്നാളിൽ ദേശസ്നേഹികളും രാജ്യസ്നേഹികളും.